കർത്താവിന്റെ വിലയേറിയ നാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടാകട്ടെ. എബ്രായ ലേഖനം 13-ാം അധ്യായം 20-21 വാക്യങ്ങളെ ആധാരമാക്കി യഥാസ്ഥാനപ്പെടുക എന്ന ഒരു വിഷയമാണ് നമ്മൾ പഠിക്കുവാൻ കഴിഞ്ഞ ദിവസത്തിൽ ആരംഭിച്ചത്. നാം കഴിഞ്ഞ ദിവസത്തിൽ അതിൻ്റെ ആമുഖമായി പറഞ്ഞതുപോലെ ഇത് അപ്പോസ്തലനായിരുന്ന പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. ദൈവസഭയെ ദൈവം തനിക്ക് നൽകിയ ദൈവത്തിന്റെ ആത്മാവിനാൽ വിവേചിച്ച് ആ സഭയ്ക്ക് ഇപ്പോൾ എന്താണോ ആവശ്യമായിരിക്കുന്നത് അതിനുവേണ്ടി പൗലോസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, പൗലോസ് ആ വിഷയത്തെക്കുറിച്ച് താല്പര്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് തികച്ചും ദൈവത്തിന്റെ ആഗ്രഹമാണ്. പൗലോസ് തൻ്റെ മനോബോധത്തിലുണ്ടായ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നല്ല നമ്മൾ കരുതേണ്ടത്. ദൈവത്തിന്റെ ആത്മാവിനാൽ ലഭ്യമായിരിക്കുന്ന ദൈവികമായ ലക്ഷ്യത്തിനു വേണ്ടിയുള്ളതായ ഒരു പ്രാർത്ഥനയായിരുന്നു അത് എന്ന് നാം കാണുകയാണ്. അവിടെ നാം ഓർത്തതുപോലെ എന്തിനു വേണ്ടിയാണ് ഒരു യഥാസ്ഥാനത്വം ആവശ്യമാണ്? അത് ആ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതമായിരുന്നു, ദൈവത്തിന്റെ ലക്ഷ്യമായിരുന്നു. അവർക്ക് ഒരു യഥാസ്ഥാനത്വത്തിന്റെ ആവശ്യമുണ്ട് എന്നുള്ളത് നാം അതേക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇയ്യോബ് പറയുന്ന ഒരു വാക്കുണ്ട്: നിന്റെ ഉദ്ദേശങ്ങൾ ഒന്നും തന്നെ അസാധ്യമല്ലല്ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉദ്ദേശം അത് ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. അവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ അതേക്കുറിച്ച് ആ വാക്യം എവിടെയാണ് എന്ന് എനിക്ക് കാണാൻ അത് പറ്റിയില്ല. അവൻ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവത്തിന് ഒരു പ്രത്യേകമായ ഉദ്ദേശം അതിന്റെ പിന്നിൽ ഉണ്ട്. ഇയ്യോബ് അത് മനസ്സിലാക്കിയപ്പോൾ, നമുക്കറിയാം ഇയ്യോബ് ഏറ്റവും പുരാതനനായ ഒരു വ്യക്തിയാണ്. താൻ ദൈവത്തെക്കുറിച്ച് പറയുന്നത് നിന്റെ ആ നിശ്ചയങ്ങൾക്കും നിന്റെ ലക്ഷ്യങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കും അതൊന്നും സാധിക്കാതെ വരികയില്ല, അതൊന്നും അസാധ്യമായ ഒന്നല്ല എന്നുള്ളതാണ്. അപ്പോൾ നാം ഇവിടെ നമ്മെക്കുറിച്ചും ദൈവത്തിന് ഒരു വലിയ ലക്ഷ്യമുണ്ട് എന്ന് പറയുമ്പോൾ നാം ഗ്രഹിക്കേണ്ടതായ, മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണെങ്കിലും ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നത്, പിതാവായിരിക്കുന്ന ദൈവം തന്റെ പുത്രൻ മുഖാന്തരം നമ്മെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ സഭയിലെ ദൈവമാക്കിയ, അല്ലെങ്കിൽ ദൈവം ലക്ഷ്യമിടുന്ന, ദൈവം ഓരോരുത്തരെ കൊണ്ടും ആഗ്രഹിക്കുന്നതായ സ്ഥാനത്ത് ദൈവമാക്കി വെച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ നിശ്ചയമാണ്. നാം കാണുന്ന നമ്മുടെ ഈ ശരീരത്തിൽ പുറമേ കാണുന്ന കുറെ അവയവങ്ങൾ വേണമെങ്കിൽ എണ്ണി എണ്ണി നമുക്ക് പറയാം. എന്നാൽ ആയിരക്കണക്കിന് വരുന്നതായ അവയവങ്ങളാൽ നിറഞ്ഞതാണ് ഈ ശരീരം. ആ ശരീരത്തിലുള്ളതായിരിക്കുന്ന ഓരോ അവയവവും അത് എവിടെയായിരിക്കണമെന്ന് നിശ്ചയിച്ച് അതിന് സ്ഥാനം കൽപ്പിച്ച് നൽകിയതാരാണ്? അത് സൃഷ്ടിച്ച ദൈവമാണ്. എന്നതുപോലെ തന്നെ ദൈവത്തിന്റെ സഭയിലുള്ള എന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥാനം അത് ദൈവം തന്റെ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ വെച്ചിരിക്കുകയാണ്. എന്നാൽ നാം ഇവിടെ ഈ വാക്കുകൊണ്ട് ഓർക്കുന്നത് പോലെ
യഥാസ്ഥാനപ്പെടുക എന്ന് പറഞ്ഞാൽ വീണ്ടും നിന്നെ അതിന്റെ സ്ഥാനത്ത് ആക്കുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ ശരീരത്തിന്റെ അവയവത്തിന് ഇതിൽ നിന്ന് പറഞ്ഞു മാറിപ്പോകാനൊന്നും കഴിയുകയില്ല. എന്നാൽ ആ ശരീരം ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ തല ആഗ്രഹിക്കുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ അവയവങ്ങൾ നിഷ്ക്രിയമായി തീർന്നാൽ എന്തു ചെയ്യുന്നു? അതിനെ വീണ്ടും പഴയ പടിയിലേക്ക് കൊണ്ടുവരുവാനാണ് നമ്മൾ എത്രയോ മരുന്നുകൾ കഴിക്കുന്നതല്ലേ. കിഡ്നി എന്ന അവയവം ബലഹീനമാകുമ്പോഴാണ് നമ്മൾ അതിനെ ഒന്ന് വീണ്ടും സജീവമാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ മരുന്നുകൾ കഴിക്കുന്നത്. എന്നതുപോലെ ഓരോ അവയവങ്ങളെ കുറിച്ചും അങ്ങനെ തന്നെ. എന്നതുപോലെ ദൈവം തന്റെ സഭയിൽ ആക്കി വെച്ചിരിക്കുന്നതായ ഓരോ വ്യക്തികളെ കുറിച്ചും അവരെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, അങ്ങനെ തിരികെ കൊണ്ടുവരേണ്ടതായ യഥാസ്ഥാനത്വത്തിന്റെ ആവശ്യം ഇന്ന് എനിക്കുണ്ടോ? അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണോ ഞാൻ പോകുന്നത്? നാം ശാന്തമായ ദൈവസന്നിധിയിൽ താണിരുന്നാൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്ന കാര്യം എന്താ? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഓർമ്മിച്ചതുപോലെ തന്നെ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്നല്ലാതെ ഞാൻ തികഞ്ഞവനാണെന്ന് പറയാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. അപ്പൊ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നതായ ആ സ്ഥാനത്ത് നിന്ന് നാം ഏതെങ്കിലുമൊക്കെ കാരണങ്ങളാൽ വ്യതിചലിച്ചു പോയിരിക്കുന്നിടത്ത് നിന്ന് വീണ്ടും ദൈവമാക്കി അതേ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അതായിരുന്നു പൗലോസിന്റെ പ്രാർത്ഥന. ദൈവം നിങ്ങളെ അങ്ങനെ ആക്കട്ടെ എന്ന് പറഞ്ഞാണ് പൗലോസ് അവിടെ പ്രാർത്ഥിക്കുന്നത്. ഈ വാക്കിന്റെ, അതായത് യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ള ആ വാക്കിന് അനേകം അർത്ഥങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് എന്റെ ധ്യാനത്തിൽ, എന്റെ പഠനത്തിൽ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത് ഒരുമിച്ച് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരു വാക്കിന്, അതായത് യഥാസ്ഥാനപ്പെടുത്തുക, യഥാസ്ഥാനപ്പെടുക എന്നുള്ളതായ ആ വാക്കിന് പല ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതായ വാക്കുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതിൽ വളരെ ചുരുക്കമായ ചില വാക്കുകൾ മാത്രം ഇന്ന് അതിന്റെ അർത്ഥങ്ങൾ എന്താണെന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഒന്നാമതായി ആ വാക്യത്തിൽ നാം കാണുന്നത് മേക്ക് യു പെർഫെക്റ്റ് എന്ന ഒരു ഇംഗ്ലീഷ് വാക്കാണ്. ചില തർജ്ജമയിൽ കാണുന്ന വാക്കാണ് മേക്ക് യു പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: തികഞ്ഞവനാക്കുക, ഉത്തമമായത് ആക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ മേക്ക് യു പെർഫെക്റ്റ്, പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്ക് അറിയാവുന്നവർക്ക് അറിയാമല്ലോ. എന്താണ്? എല്ലാം നന്നായിരിക്കുക, യോഗ്യമായിരിക്കുക, ഉത്തമമായിരിക്കുക എന്നുള്ള ഒരർത്ഥമാണ്. അപ്പോൾ ആ നിലയിൽ എബ്രായ സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ദൈവത്തോട് കഴിക്കുന്ന അവന്റെ പ്രാർത്ഥന, ദൈവം നിങ്ങളെ എല്ലാവരെയും എങ്ങനെയുള്ളവരാക്കണം? ഉത്തമന്മാരായി, പെർഫെക്റ്റായി നിങ്ങളെ മാറ്റുക എന്നുള്ളതാണ്. പെർഫെക്റ്റ് ആകണമെങ്കിൽ അതേക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഒരു വാക്ക് ഇങ്ങനെയാണ് എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. ഇതൊരു ഹാർമോണിയസ് കോമ്പിനേഷൻ ആണെന്നാണ്. ഹാർമോണിയസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാനത് ബെനിസോനൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഒരു കൊയർ ടീമിന് പലതരത്തിലുള്ള ഉപകരണങ്ങൾ വായിക്കുന്നവരുണ്ട്, ഇല്ലേ? പല ഉപകരണങ്ങൾ വായിക്കുന്നവരുണ്ട്. എന്നാൽ ആ ഉപകരണങ്ങളെ എല്ലാം തന്നെ ഉത്തമമാക്കുവാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? അത് ഹാർമോണിയമാണ്. ഹാർമോണിയത്തെ ബേസ് ചെയ്തിട്ടാണ് തബലയാകട്ടെ, ഗിത്താറാകട്ടെ, മറ്റേത് ഉപകരണമാകട്ടെ, ഹാർമോണിയത്തിന്റെ കട്ട പിടിച്ചാണ് എന്ത് ചെയ്യുന്നത്? അതെല്ലാം ട്യൂൺ ചെയ്യുന്നത്, ശ്രുതി തയ്യാറാക്കുന്നത് ആ ഒന്നിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതൊരു ഹാർമോണിയസ് കോമ്പിനേഷൻ ആണ് എന്ന് പറഞ്ഞാൽ, യഥാസ്ഥാനത്വം, മേക്ക് യു പെർഫെക്റ്റ്, നമ്മെ തികഞ്ഞവനാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിനെ മാതൃകയാക്കിയാലേ നാം തികഞ്ഞവരാകത്തുള്ളൂ. മനസ്സിലായോ നിങ്ങൾക്ക്?
നാം തന്നെ തികഞ്ഞവരാകാൻ ശ്രമിച്ചാൽ എന്താകില്ല? ആകില്ല. ആ ഒരു ടീം ഇപ്പൊ തബല വായിക്കുന്നവൻ തീരുമാനിക്കുകയാണ് എനിക്കതിന് ഹാർമോണിയത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് തീരുമാനിച്ചാൽ അതൊരു കോമ്പിനേഷൻ ആകത്തില്ല. ആർക്കും അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് കഴിയുകയില്ല. എല്ലാ ഉപകരണവും തന്നെ എന്തിനെ ബേസ് ചെയ്യണം? ആ ഹാർമോണിയത്തെ ബേസ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ യഥാസ്ഥാനപ്പെടുക, മേക്ക് യു പെർഫെക്റ്റ്, നീ ഉത്തമനാകണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ആരെയാണ് നീ ബേസ് ചെയ്യേണ്ടത്? അത് കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെയാണ്. അവനെ മാതൃകയാക്കിയാൽ മാത്രമേ, അവന്റെ രൂപത്തോട് ചേർന്നാൽ മാത്രമേ നീയും ആരായിട്ട് മാറുകയുള്ളൂ? പെർഫെക്റ്റ് ആയിട്ട് മാറുവാൻ ഇടയാകുകയുള്ളൂ. നാം കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം, കൊലോസ്യ ലേഖനം 1:28 നമ്മൾ വായിക്കുന്നുണ്ട്, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. എന്താ അവിടെ പൗലോസ് പറയുന്ന വാക്ക് ഏതാണ്? ഏതു മനുഷ്യനെയും പെർഫെക്റ്റ് ആക്കുന്നത് ആരാണ്? ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ മാത്രമേ ഏതൊരു വ്യക്തിക്കും ആരാകാനായിട്ട് കഴിയുകയുള്ളൂ? തികഞ്ഞവനാകുവാൻ, അല്ലെങ്കിൽ ഉത്തമമായതാകുവാനായിട്ട് കഴിയുകയുള്ളൂ. കർത്താവിനെ അങ്ങ് മാറ്റിവെച്ചിട്ട് ഇന്ന് എന്റെ ജീവിതം വിശുദ്ധമാക്കാം, പെർഫെക്റ്റ് ആക്കാമെന്ന് ഒരാൾ വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. ക്രിസ്തുവിൽ തികഞ്ഞവൻ ആക്കുക. 4-ാം അധ്യായത്തിന്റെ കൊലോസ്യർ തന്നെ 4:12 എപ്പഫ്രാസ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ഭക്തൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളത് പറയുമ്പോൾ അവിടെയും വായിക്കുന്ന വാക്ക് ഇപ്രകാരമാണ്, നിങ്ങൾ തികഞ്ഞവരും എന്നാണ്. നിങ്ങൾ തികഞ്ഞവർ ആകണം, നിങ്ങൾ തികഞ്ഞവരാകണം. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായിട്ട് തീരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി പോരാടുന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അപ്പോൾ തികയുന്നതായ, ക്രിസ്തുവിൽ തികയുന്നതായ ഒരു ആത്മീകമായിരിക്കുന്ന അനുഭവം ഉണ്ട്. 2 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലും നാം വായിക്കുന്നത്, എല്ലാ തിരുവെഴുത്തും ഒരു വ്യക്തിയെ തികഞ്ഞവൻ ആക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം. എല്ലാ തിരുവെഴുത്തും ഒരു വ്യക്തിയെ ആരാക്കി മാറ്റുന്നു? തികഞ്ഞവനാക്കുന്നു. 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. അപ്പോൾ ഈ വാക്യങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിലും ദൈവത്തിന്റെ തിരുവെഴുത്തിലും അടിസ്ഥാനമിട്ടിട്ടുള്ളതായ തികവാണ് ദൈവം ആഗ്രഹിക്കുന്നതായ ഒരു തികവ്. അങ്ങനെ വന്നാൽ മാത്രമേ ഇതൊരു ഹാർമോണിയസ് കോമ്പിനേഷൻ എന്ന നിലയിൽ ഒരുമിച്ച് ഉത്തമന്മാരായി ദൈവത്തിന് കൊള്ളാകുന്നവരായി മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തു എന്ന ആ ഉപകരണത്തെ, ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണമേ, അതുപോലെ ദൈവവചനം എന്ന ആ ബേസായിരിക്കുന്ന ഉപകരണത്തെ മാറ്റിവെച്ചാൽ ദൈവത്തിന്റെ ഹിതം, ഉത്തമമായ ഒരു ഹിതം നമ്മിൽ നിറവേറുവാൻ അസാധ്യമാണ് എന്നത് നാം മനസ്സിലാക്കണം. അതുപോലെ മറ്റൊരു വാക്ക് ഒരു വേദഭാഗത്തുകൂടെ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ ഒരു വാക്ക് അവിടെ വായിക്കുന്നത് 4:12 മുതൽ നമ്മൾ വായിക്കുമ്പോ ഒരു വാക്ക് മാത്രം 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും എന്നാണ്. അവിടെ ആ ക്രിസ്തുവിന്റെ അതിന് താഴേക്കും വായിക്കുമ്പോൾ ഞാൻ അതെല്ലാം വായിക്കുന്നില്ല, ആവശ്യമായ വാക്ക് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അതിന്റെ 15-ാമത്തെ വാക്യത്തിലും ക്രിസ്തു എന്ന തലയോളം വളരുക. 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു എന്നാണ്. അപ്പോൾ ആ വാക്യങ്ങളിൽ കൂടെ നാം ഗ്രഹിക്കേണ്ടത് ക്രിസ്തുവിലുള്ളതായ ഒരു സമ്പൂർണത,
ക്രിസ്തു എന്ന തലയോളം വളരുക. അത് എങ്ങനെയാ പറ്റുള്ളൂ? ഒടുവിൽ വായിച്ചതുപോലെ ക്രിസ്തുവിൽ നിന്ന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ക്രിസ്തുവിൽ ആകുമ്പോൾ മാത്രമാണ് എന്തുണ്ടാകുന്നത്? നീ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഉത്തമമായ ദൈവം, ഈ വാക്ക് അല്ലെങ്കിൽ ഈ ചിന്ത നിങ്ങൾ മറക്കരുത്. ദൈവത്തിന്റെ ലക്ഷ്യമാണ് നാം ആരായി തീരുക എന്നുള്ളത്, ഉത്തമന്മാരായി തീരുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളത്. അതിന് നാം ബേസ് ചെയ്യേണ്ടത്, അതിന് നമ്മൾ ആശ്രയിക്കേണ്ടത്, അതിന് നമ്മൾ മാതൃകയാക്കേണ്ടത് ആരെയായിരിക്കണം? നമ്മുടെ കർത്താവിനെ ആയിരിക്കണം, കർത്താവിന്റെ വചനത്തെ ആയിരിക്കണം. അത് നമ്മൾ വളരെ വ്യക്തമായി ഈ പഠനത്തിൽ നാം മുന്നോട്ട് പോകുമ്പോ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒന്നാമത് ആ യഥാസ്ഥാനപ്പെടുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് മേക്ക് യു പെർഫെക്റ്റ് എന്നുള്ള ആ വാക്ക്. രണ്ടാമത്തെ ഒരു പദപ്രയോഗം ചില തർജ്ജമകളിൽ കാണുവാനായിട്ട് സാധിച്ചത് എക്വിപ്പ് യു എന്നുള്ള വാക്കാണ്. എക്വിപ്പ് യു എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം സജ്ജമാക്കുക, സന്നദ്ധരാക്കുക എന്നുള്ളതാണ്. ഈ സാഹചര്യവുമായിട്ട്, ഈ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ച ആ വാക്യവുമായിട്ട് നമ്മളൊന്ന് യോജിപ്പിച്ച ഈ അർത്ഥത്തെ, നിങ്ങളെ ദൈവം തന്റെ ഹിതം ചെയ്യുന്നതിനു വേണ്ടി യഥാസ്ഥാനത്താക്കുക എന്നാണ് നമ്മളോട് വായിച്ചത്. നിങ്ങളെ സന്നദ്ധരാക്കുക, നിങ്ങളെ സജ്ജരാക്കുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്തുള്ളവരാകണം? നിങ്ങൾ സന്നദ്ധരാകണം. നിങ്ങളെ എക്വിപ്പ് ചെയ്യുകയാണ്, നിങ്ങളെ ഞാൻ സജ്ജമാക്കുകയാണ്. അല്ല, ദൈവം നിങ്ങളെ സജ്ജമാക്കണം. എന്തിനു വേണ്ടി സജ്ജമാക്കണം? തന്റെ ഹിതം നിങ്ങളിലൂടെ നിറവേറേണ്ടതിനു വേണ്ടി നിങ്ങൾ സജ്ജമാകണം. അതിന്റെ ഒരു ഇംഗ്ലീഷ് കൊട്ടേഷൻ ഞാൻ ഇങ്ങനെ വായിക്കാം. വാട്ട് ഈസ് നീഡഡ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്? വാട്ട് ഈസ് നീഡഡ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിരിക്കുന്ന ഒരു ലക്ഷ്യത്തിനു വേണ്ടി എന്താണോ ആവശ്യമായിരിക്കുന്നത്, അതാണ് എക്വിപ്പ് എന്ന് പറഞ്ഞാൽ, അതാണ് സജ്ജമാക്കുക, അതാണ് യഥാസ്ഥാനത്വം എന്ന് പറഞ്ഞാൽ. ദൈവത്തിന് എന്നെ കുറിച്ചുള്ളതായ ലക്ഷ്യത്തിലേക്ക് എന്നെ എന്ത് ചെയ്യണം? എന്നെ സജ്ജമാക്കണം. ദൈവത്തിനത് ആവശ്യമാണ്. എന്നെ ദൈവത്തിന് ഉപയോഗിക്കണം, എന്നെ ദൈവത്തിന് ആവശ്യമാണ്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ സജ്ജമാകണം, ഞാൻ സന്നദ്ധനാകണം. നമുക്കറിയാം. അതുപോലെ മറ്റൊരു കൊട്ടേഷനും കൂടെ ഞാൻ പറഞ്ഞിട്ട് മുൻപോട്ട് പോകാം. ടു പ്രിപ്പയർ സംബഡി ഫോർ എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു വ്യക്തിയെ ഒരു പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു? അവനെ ഒരുക്കിയെടുക്കുക. അതാണ് എക്വിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതാണ് യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ഗവൺമെന്റുകൾ വിവിധ സേനകളെ എന്ത് ചെയ്യാറുണ്ട്? ഒരുക്കിയെടുക്കുകയാണ്. അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാമല്ലോ. വ്യത്യസ്തമായിരിക്കുന്ന സേനാ വിഭാഗങ്ങളെ ഗവൺമെന്റ് അതിനുവേണ്ടി പണം മുടക്കി എത്രയോ ആയിരക്കണക്കിന് ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്? അവരെ എക്വിപ്പ് ചെയ്ത് നിർത്തുകയാണ്, സന്നദ്ധരാക്കി നിർത്തുകയാണ്. എന്തിനാ അങ്ങനെ സന്നദ്ധരാക്കി നിർത്തുന്നത്? അവരെ കുറിച്ചുള്ള ഒരു ലക്ഷ്യം ആർക്കുണ്ട്? ഗവൺമെന്റിനുണ്ട്. ഓരോ വ്യക്തിയെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ സജ്ജമാക്കുമ്പോൾ അവരെ എവിടേക്ക് നിയോഗിക്കണം? അത് ചിലപ്പോൾ അതിർത്തിയിലാകാം, ചിലപ്പോൾ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിലാകാം. ഏത് തലത്തിലായിരുന്നാലും അവരെ സജ്ജമാക്കി നിർത്തുവാൻ ആണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്നതുപോലെ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പൗലോസിൽ കൂടെ വെളിപ്പെടുത്തുകയാണ്. ദൈവികമായ ലക്ഷ്യം നിങ്ങളിൽ കൂടെ നിറവേറുവാൻ നിങ്ങളും എന്തായിത്തീരണം? എക്വിപ്പായിത്തീരണം, സന്നദ്ധരാകണം. നിങ്ങളും സജ്ജരായിട്ട് മാറുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരണം. നിങ്ങളെ ദൈവം തന്റെ ചില പ്രത്യേകമായ ശുശ്രൂഷകൾക്ക് വേണ്ടിയാണ് നിങ്ങളെ സജ്ജരാക്കുന്നത്. നാം നേരത്തെ വായിച്ച എഫെസ്യ ലേഖനത്തിലേക്ക് തന്നെ 4-ാം അധ്യായത്തിലേക്ക് വീണ്ടും വരുമ്പോ
അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, 11-ാമത്തെ വാക്യത്തിൽ അവൻ ചിലരെ, എന്താണ് അവിടെ വായിക്കുന്നത്? അവൻ ചിലരെ എന്ത് ചെയ്തു എന്നാണ്? അവൻ ചിലരെ നിയമിച്ചു, അല്ലെ? അവൻ ചിലരെ നിയമിച്ചു. എന്തിനാ നിയമിച്ചത്? എന്തിനാ അവരെ പ്രാപ്തരാക്കിയത്? ഈ 12 ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്ത് 3.5 വർഷക്കാലം അവരെ കൂടെ കൊണ്ട് നടന്ന് അവരെ പഠിപ്പിച്ച് അവരെ സജ്ജരാക്കിയത്, സന്നദ്ധരാക്കിയത്, അവരെ എക്വിപ്പ് ചെയ്തത് എന്തിനു വേണ്ടിയാ? നാം അതിന്റെ താഴെ വായിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള വേലയ്ക്ക് വേണ്ടിയാണ്. ഞാൻ യഥാസ്ഥാനപ്പെടുമ്പോൾ, ഞാൻ സന്നദ്ധനാകുമ്പോൾ, ദൈവം എന്നെ സന്നദ്ധനാക്കുമ്പോ ഞാൻ മുഖാന്തരം മറ്റു ചിലരും എന്തായിത്തീരുന്നു? സന്നദ്ധരാകുന്നു. അതാ ദൈവത്തിന്റെ ലക്ഷ്യം. അതാണ് ഈ ആത്മീക ഉണർവിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അതാണ്, ഞാൻ ഉണർന്നാൽ ആരുണരും? എന്റെ ഭവനവും ഉണരും. എന്റെ ഭവനം ഉണർന്നാൽ ഞാൻ ആയിരിക്കുന്ന സഭയും ഉണരും. സഭ ഉണർന്നാൽ ദേശം ഉണരും, അത് ലോകം ഉണരും എന്ന് പറയുമ്പോ നാം മനസ്സിലാക്കേണ്ടത്, ദൈവം ഒരു വ്യക്തിയെ എക്വിപ്പ് ചെയ്യുമ്പോൾ അവൻ ഉണരുക മാത്രമല്ല ചെയ്യുന്നത്, അവൻ സജ്ജമാകുക മാത്രമല്ല ചെയ്യുന്നത്, അവൻ സജ്ജനാകുമ്പോൾ അത് മുഖാന്തരം മറ്റുള്ളവർ കൂടെ സജ്ജമാകുകയാണ്. ഇതിനൊക്കെ വളരെ എന്റെ മനസ്സിൽ ഒരുപാട് പഴയ നിയമ വേദഭാഗങ്ങളിലെ വാക്കുകളൊക്കെ ഉണ്ട്. അത് ദൈവം അനുവദിക്കുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ദൈവം ഓരോരുത്തരെ എക്വിപ്പ് ചെയ്തതും അവരെ കൊണ്ടുവന്നതും അത് മുഖാന്തരം ദൈവജനത്തിന് ഉണ്ടായ നേട്ടങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് പോകുന്ന വിഷയങ്ങളാണ്. അതിന്റെ അതിലേക്കൊന്ന് പ്രവേശിക്കാനുള്ള ഒരു വാതിലായിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്വിപ്പ് ചെയ്യുകയാണ്, പ്രത്യേകമായ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ദൈവം അവരെ ആ നിലയിൽ ആക്കുകയാണ്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനുള്ള വേല. അവിടെ ഇംഗ്ലീഷിൽ ആ വാക്ക് വായിക്കുന്നത് ടു എക്വിപ്പ് ദ സെയിൻസ് എന്നാണ്. വിശുദ്ധന്മാരെ എക്വിപ്പ് ചെയ്യുക. പിന്നെ ഫോർ ബിൽഡിംഗ് അപ്പ്. ആരെ കുറിച്ചാ പറയുന്നത്? അവൻ ചിലരെ നിയമിച്ചു. ആ നിയമിക്കപ്പെട്ടവരാൽ എന്തുണ്ടാകണമെന്നാണ്? സന്നദ്ധരാക്കപ്പെട്ടവരാൽ മറ്റു ചിലരെ, വിശ്വാസികളെ എന്ത് ചെയ്യണം? സന്നദ്ധരാക്കണം. മാത്രമല്ല അവരെ ഉയർത്തിക്കൊണ്ടുവരണം. അവിടെ വായിക്കുന്നത് ഫോർ ബിൽഡിംഗ് അപ്പ്, അതിനു വേണ്ടിയാണ്. ഞാൻ സന്നദ്ധനായി എവിടെയെങ്കിലും അടച്ചൊരു മുറിയിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഉണർത്തപ്പെട്ടാൽ എന്നിൽ ഉണർത്തപ്പെട്ടതും മറ്റുള്ളവരിലേക്കും എന്ത് ചെയ്യപ്പെടണം? അത് പകരപ്പെടണം. അത് ഈ ക്ലാസ്സിലൂടെ സംഭവിക്കണം. യഥാസ്ഥാനപ്പെടുക എന്നുള്ള ആ സത്യത്തെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഗ്രഹിപ്പിച്ചെങ്കിൽ ആ സത്യം നിങ്ങളിലേക്ക് പകരപ്പെടുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ആ യഥാസ്ഥാനത്വത്തിലേക്ക് വരണം. നാം ഒരുമിച്ച് യഥാസ്ഥാനപ്പെടുമ്പോൾ ആ യഥാസ്ഥാനത്വം മറ്റുള്ളവരിലേക്കും പകരപ്പെടണം. അത് മറ്റുള്ളവരെ പണിയപ്പെടുന്നതിനും വളർച്ചയ്ക്കും അത് കാരണമായിട്ട് തീരണം. അത് മാത്രമല്ല, ടു ദ യൂണിറ്റി ഓഫ് ഫെയ്ത്ത് ആൻഡ് ദ യൂണിറ്റി ഓഫ് നോളജ് ഓഫ് ദ സൺ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വിശ്വാസത്തിലുള്ള പരിജ്ഞാനത്തിലും ഐക്യത അവർക്കുണ്ടാകണം. അപ്പോ ഞാൻ സന്നദ്ധനായാൽ, ഞാനൊന്ന് ഉണർന്നാൽ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ വിശ്വാസവും ദൈവപുത്രൻ ആരാണ് എന്നുള്ളതായിരിക്കുന്ന അറിവിലും എന്തുണ്ടാകും? ആളുകളിൽ ഉത്തേജനമുണ്ടാകും, അവർക്ക് ഒരു മാറ്റമുണ്ടാകും, അവർക്കും യഥാസ്ഥാനത്വം ഉണ്ടാകും, സംശയങ്ങൾ ദൂരീകരിക്കപ്പെടും. എങ്ങനെ വന്നാൽ? ഈ യഥാസ്ഥാനത്വം ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു സഭയിൽ തന്നെ പല വിശ്വാസമുള്ളവർ ഉണ്ടാകും. ഒരു സഭയിൽ തന്നെ ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് വ്യത്യസ്തമായ അറിവായിരിക്കും. ചിലർ പറയും അവൻ സമ്പൂർണ്ണ ദൈവമാണ്, ചിലർ പറയും അവൻ കുട്ടി ദൈവമാണ്. അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ആശയങ്ങൾ കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ
നാം ഉണർത്തപ്പെട്ടാൽ, നാം സജ്ജരാക്കപ്പെട്ടാൽ ആ തരത്തിലുള്ളതായ കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്ന് മാത്രമല്ല, നാം അവിടെ വായിക്കുന്ന ഒരു വാക്കുണ്ട്, ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. എന്തിനാ നമ്മെ നിയമിക്കുന്നത്? 12-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലാണ് നമ്മൾ വായിക്കുന്നത്, നമ്മെ യഥാസ്ഥാനപ്പെടുത്തി ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ പക്വതയിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മെ പക്വതയുള്ള ഒരു വിശ്വാസിയായിട്ട് മാറണം. അതിനുവേണ്ടിയാണ് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വാക്കിന്റെ യഥാസ്ഥാനപ്പെടുക എന്നുള്ളതായ ആ പദത്തിന്റെ രണ്ടാമത്തെ ഒരാശയമാണ് ഞാൻ പറഞ്ഞത്, എക്വിപ്പ് യു, നിങ്ങളെ സജ്ജമാക്കുക, നിങ്ങളെ സന്നദ്ധരാക്കുക എന്നുള്ളത്. ഞാൻ അതിൽ നിന്ന് ഒരു വാക്ക് ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്, ഒരു കൊട്ടേഷൻ ഞാൻ കണ്ടത്, ദ ലോർഡ് ഈസ് അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് പർപ്പസ്. ഒന്നുകൂടെ പറയാം, ദ ലോർഡ് ഈസ് അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് പർപ്പസ്. നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ അവൻ വ്യക്തമായ ലക്ഷ്യമുള്ള ദൈവമാണ്. വ്യക്തമായ ലക്ഷ്യം. ആരെക്കുറിച്ച്? എന്നെ കുറിച്ച്, നാം ഓരോരുത്തരെ കുറിച്ച്. ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുമ്പോൾ നമ്മെ ദൈവം എന്ത് ചെയ്യും? യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവരും. അതിനുവേണ്ടിയാണ് ദൈവം ചിലരെ, നാം എഫെസ്യ ലേഖനത്തിൽ വായിച്ചതുപോലെ, ചിലരെ അവൻ വ്യക്തിപരമായി അവൻ സജ്ജമാക്കും. ദൈവം ആ നിലയിൽ സജ്ജമാക്കിയവരാൽ എന്തു ചെയ്യപ്പെടും? മറ്റുള്ളവരും സജ്ജരാക്കപ്പെടുവാൻ ഇടയാകും. ഇനി മൂന്നാമത്തെ ഒരു വാക്ക് എന്ന് പറയുന്നത് റീസ്റ്റോർ എന്ന പദമാണ്. യഥാസ്ഥാനപ്പെടുക എന്നുള്ളതിന് മറ്റൊരർത്ഥം, മറ്റൊരു തർജ്ജമയിൽ കാണുവാൻ കഴിയുന്നത് റീസ്റ്റോർ എന്ന വാക്കാണ്. അതിന്റെ ഒരു അർത്ഥം ഇങ്ങനെയാണ്, ദ സപ്ലൈ ഓഫ് വാട്ട് ഈസ് ലാക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറവുള്ളത് എന്താണോ അതിനെ എന്ത് ചെയ്യുക? അതിനെ സപ്ലൈ ചെയ്യുക. എന്താണോ കുറവ്, ആ കുറവിനെ പരിഹരിക്കുക. അതിന്റെ മലയാളം വാക്ക് ഞാൻ ഇങ്ങനെ പറയാം, പുത്തനാക്കുക, വീണ്ടും കിട്ടുക, പരിഹരിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് റീസ്റ്റോർ എന്നുള്ള ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഈ എബ്രായ ലേഖനത്തിലെ വാക്യത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ അവിടെ പൗലോസ് പറയുന്നുണ്ട്, എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന്. ആ വീണ്ടും കിട്ടേണ്ടതിന് എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റീസ്റ്റോർ എന്നാണ്. എന്നെ നിങ്ങൾക്ക് വീണ്ടും കിട്ടണം. അപ്പോൾ പൗലോസിന് ഈ സഭയ്ക്ക് നേരത്തെ കിട്ടിയിരുന്നു. തന്റെ ശുശ്രൂഷകൾ, തന്റെ സാന്നിധ്യം, തന്റെ പ്രാർത്ഥന എല്ലാം അവർ അനുഭവിച്ചിരുന്നു. എന്നാൽ ഇന്ന് അവരോട് കൂടെ ആരില്ല? പൗലോസ് അവരുടെ കൂടെ ഇല്ല. അതുകൊണ്ട് പൗലോസ് പറയാം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? എന്നെ നിങ്ങൾക്ക് വീണ്ടും കിട്ടണം. അതിനുവേണ്ടി അവിടെ വായിക്കുന്ന വാക്ക് റീസ്റ്റോർഡ്. എന്നെ നിങ്ങൾക്ക് വീണ്ടും കിട്ടണം. അപ്പോൾ ആ റീസ്റ്റോർ എന്ന് പറയുന്ന യഥാസ്ഥാനപ്പെടുത്തുക എന്ന വാക്കിന്റെ മറ്റൊരാശയമാണ് റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മെ എന്തു ചെയ്യണം? പുത്തനാക്കണം, വീണ്ടും കിട്ടണം, നമ്മെ പരിഹരിക്കണം എന്നുള്ളതാണ്. ഞാൻ അതിന് ഒരു ഉദാഹരണമായിട്ട് ഞാൻ കണ്ടപ്പോ എന്റെ മനസ്സിലേക്ക് വന്നത്, നമുക്കറിയാം, ഈ കഴുകന്മാരെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ അവ തന്നെ അവയുടെ തൂവലുകളെല്ലാം തന്നെ പറിച്ച് മാറ്റിക്കളയും. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് പോയി സ്വസ്ഥമായിട്ട് ഇരിക്കും. എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ റീസ്റ്റോർ ചെയ്യപ്പെടും. ആ കഴുകന് എന്താണോ നഷ്ടമായത് അത് അവൻ എന്ത് കിട്ടും? അതവന് തിരികെ ലഭിക്കും. തിരികെ ലഭിക്കുമ്പോൾ ആ കഴുകൻ പിന്നെ ഇരുന്നിടത്തിരിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെന്ത് ചെയ്യും? നാം യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ കഴുകൻ എന്ത് ചെയ്യും? കഴുകനെ പോലെ ചിറകടിച്ച് കയറും.
ചിറകടിച്ച് കയറും. ഇതാണ് എബ്രായ സഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. ചിലപ്പോൾ ചില സന്ദർഭങ്ങൾ നമ്മുടേതായിരിക്കുന്ന തൂവലുകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ നമ്മുടേതായിരിക്കുന്ന ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും കണ്ണുനീരും വേർപാടിന് ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഇതെല്ലാം താൽക്കാലികമാണ്. ആ ദുഃഖം വെച്ചുകൊണ്ട് എന്നും ഇങ്ങനെ മോങ്ങിയിരിക്കാനല്ല, എന്നും ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കാനല്ല, ഇനി എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിരിക്കാനല്ല, എന്റെ തൂവലൊക്കെ പോയല്ലോ, ഇനി എന്നെ എന്തിനു കൊള്ളാം, ഞാൻ ഇത്രയും പ്രായമായല്ലോ, ഇത്രയൊക്കെ ആയില്ല, എനിക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെടുവാൻ നമുക്കുണ്ടാകാം. പക്ഷേ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മെ എന്ത് ചെയ്യും? ദൈവം റീസ്റ്റോർ ചെയ്യും. നമ്മെ ദൈവം പുതുക്കും, നമ്മെ ദൈവം ശക്തിപ്പെടുത്തും. ദൈവം നമുക്ക് എന്താണോ കുറവ്, ആ കുറവ് നമ്മെ പരിഹരിച്ച് നമ്മെ വീണ്ടും ശക്തരാക്കുമ്പോ അവിടെ യെശയ്യാപ്രവചനത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: തളർന്നു പോകാതെ ഓടുവാനും ക്ഷീണിച്ചു പോകാതെ നടക്കാനും. അതിനാ ദൈവം എന്ത് ചെയ്തത്? ഈ റീസ്റ്റോർ ചെയ്തത്. ദൈവം റീസ്റ്റോർ ചെയ്യുമ്പോ പിന്നെ നാം അതിങ്ങനെ കഴിച്ച് ചീർത്ത് വീണ്ടും അവിടെ തന്നെ ഇരിക്കാനല്ല. ദൈവം നമുക്ക് റീസ്റ്റോർ തരുമ്പോ, നമ്മെ ദൈവം ഉണർത്തുമ്പോ, ദൈവം നമ്മുടെ ജീവിതത്തെ പരിഹരിക്കുമ്പോ, നമ്മെ ശുദ്ധീകരിക്കുമ്പോ നാം എന്ത് ചെയ്യണം? അതിനനുസരിച്ച് നാം ആ യഥാസ്ഥാനത്വം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദാവീദ് 51-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യത്തിൽ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ എന്ന് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് റീസ്റ്റോർ ടു മീ ദ ജോയ് ഓഫ് യുവർ സാൽവേഷൻ എന്നാണ്. ആ രക്ഷയുടെ സന്തോഷം എന്നെ എന്നിലേക്കൊന്ന് തിരികെ പകർന്നു തരണമേ എന്നാണ്. ദാവീദിന് എന്താ ഉണ്ടായത്? അവനിലുള്ള ആ ലക്ഷ്യം അല്ല, ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു. അപ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ ഒന്ന് റീസ്റ്റോർ ചെയ്യണമേ, എന്നെ ഒന്ന് യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവരണമേ. ഞാൻ ആ രക്ഷയുടെ സന്തോഷം നേരത്തെ അനുഭവിച്ചിരുന്നതായ, നേരത്തെ ഞാൻ എങ്ങനെയായിരുന്നുവോ ആയതിലേക്ക് എന്നെ ഒന്ന് മടക്കി വരുത്തണമേ എന്നുള്ളതായ പ്രാർത്ഥന അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതെ, ഒരു പുതുകലിൻ്റെതായ അനുഭവം നമുക്ക് ഉണ്ടാകണം. അതാണ് റീസ്റ്റോർ അഥവാ യഥാസ്ഥാനപ്പെടുക എന്നുള്ള വാക്കിന്റെ മറ്റൊരാശയം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, ഗലാത്യ ലേഖനം 6:1 നാം വായിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ചുരുക്കി പറയാം: ആത്മാവിനാൽ ജീവിക്കുന്നവരായ നാം തെറ്റിൽ അകപ്പെട്ടു പോയവരെ യഥാസ്ഥാനപ്പെടുത്തുക എന്നാണ് അവിടെയും കൊടുത്തിരിക്കുന്ന വാക്ക് റീസ്റ്റോർ എന്നാണ്. തെറ്റിപ്പോയവരെ, ഒരുവൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അവരെ എന്ത് ചെയ്യണം? റീസ്റ്റോർ ചെയ്യണം. അപ്പോൾ എന്താ റീസ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം? ഒരുവനിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ ആ കാര്യത്തെ പരിഹരിക്കുക. അതാണ് ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത്. തെറ്റ് ചെയ്തെങ്കിൽ പോയ വഴിക്ക് പോകട്ടെ എന്നല്ല തിരുവഴുത്ത് പറയുന്നത്. ആത്മീകരായ നിങ്ങൾ, ഞാൻ ഇങ്ങനെ പഠനത്തോടുള്ള ബന്ധത്തിൽ പറയട്ടെ, തെറ്റുകൾ തിരുത്തപ്പെട്ടവരായ നമ്മൾ, റീസ്റ്റോർ ചെയ്യപ്പെട്ടവരായ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ളവരെ നാം റീസ്റ്റോർ ചെയ്യണം. ആത്മീകരായ നിങ്ങൾ വല്ല തെറ്റിലും അകപ്പെട്ടു പോയവരെ അവരെ യഥാസ്ഥാനത്വത്തിലേക്ക് കൊണ്ടുവരണം. അവരെ റീസ്റ്റോർ ചെയ്യുവാനുള്ളതായ കടപ്പാട് നമുക്കുണ്ട്. അതുപോലെ തന്നെ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലും അവിടെയും ഈ ആശയം തന്നെ വരുന്ന ഒരു വാക്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോയാൽ അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ. അവിടെ റീസ്റ്റോർ എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ആശയത്തോട് കണക്ട് ചെയ്യാൻ ഞാൻ പറയുകയാണ്, ഒരുവൻ തെറ്റിപ്പോയാൽ അവനെ നാം എന്ത് ചെയ്യണം? അവനെ തിരിച്ചു വരുത്തുക. എന്തിനാ തിരിച്ചു വരുത്തുന്നത്? ദൈവത്തിന് അവനെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അവനിൽ കൂടെ പൂർത്തീകരിക്കപ്പെടുവാൻ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ 3 കാര്യം നാം ചിന്തിച്ചു. 1, മേക്ക് യു പെർഫെക്റ്റ്. 2, എക്വിപ്പ് യു. 3, റീസ്റ്റോർ. 4-ാമത്തെ ഒരാശയം ഞാൻ ഇങ്ങനെ പറയാം. അതിന് മെൻഡിങ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെൻഡിങ്, MENDING എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ദ റെക്ടിഫിക്കേഷൻ ഓഫ്
വാട്ട് ഈസ് റോങ് ഓർ ഡാമേജ്ഡ് എന്ന് പറഞ്ഞാൽ റെക്ടിഫിക്കേഷൻ, ശുദ്ധീകരണം. എവിടെയാണോ കേട് സംഭവിച്ചത്, എവിടെയാണോ തെറ്റ് സംഭവിച്ചത്, അവിടെ എന്തുണ്ടാകണം? ശുദ്ധീകരണം, റെക്ടിഫിക്കേഷൻ ഉണ്ടാകണം. അവിടെ ആ വാക്കിന് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ് അതിന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ വായിക്കുന്നത് വല നന്നാക്കുക എന്നുള്ള ഒരു വാക്കാണ്. വല നന്നാക്കുക. ഈ മുഖവുമാര് വല നന്നാക്കുന്നത് എപ്പോഴാ? മീൻപിടുത്തം കഴിഞ്ഞതിന് ശേഷമാണല്ലേ. ആ വല കൊണ്ടുവന്ന് അവർ എന്ത് ചെയ്യുന്നു എന്നാണ് നാം നേരത്തെ വായിച്ച വാക്ക്. വാട്ട് ഈസ് റോങ് ഓർ ഡാമേജ്ഡ്. ആ വലയിൽ അവർ ഉദ്ദേശിക്കാത്തത് എന്തുണ്ട്? ഉദ്ദേശിക്കാത്തത് അതിനകത്ത് വന്നിട്ടുണ്ട്. മീൻ മാത്രമല്ലല്ലോ, കണ്ണി കണ്ടതായിരിക്കുന്ന കോലും അതുപോലെ അഴുക്കും എല്ലാം വന്നിട്ടുണ്ട്. വല നന്നാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിൽ തെറ്റായിരിക്കുന്നത്, ആവശ്യമില്ലാതിരിക്കുന്നതെല്ലാം എന്ത് ചെയ്യും? അതിൽ നിന്ന് മാറ്റും. ഇനി അത് ഡാമേജ് വന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്കറിയാം, പല കണ്ണികളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടാകും. ആ കണ്ണികളെ അവർ എന്ത് ചെയ്യുന്നു? അത് കൂട്ടി യോജിപ്പിക്കുകയാണ്. അതാണ് മെൻഡിങ്, വല നന്നാക്കുക. അതിന്റെ ഒരാശയമാണ് ഈ യഥാസ്ഥാനപ്പെടുക എന്ന വാക്കിനോട് ചേർത്ത് വെക്കുവാനായിട്ട് കഴിയുന്നത്. യഥാസ്ഥാനത്വത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതിനെ പുറത്തു കളയുന്നു, പൊട്ടിപ്പോയതിനെ എല്ലാം എന്ത് ചെയ്യുന്നു? കൂട്ടി യോജിപ്പിക്കുന്നു. മനസ്സിലായോ? ആവശ്യമില്ലാത്ത നമ്മുടെ ദുർസ്വഭാവങ്ങളെ, ദുശീലങ്ങളെ യഥാസ്ഥാനത്താകുമ്പോൾ അതിനെല്ലാം എന്ത് വരുന്നു? റെക്ടിഫിക്കേഷൻ, ശുദ്ധീകരണം വരികയാണ്. പിന്നെ എന്താ വരുന്നത്? ശുദ്ധീകരിക്കുമ്പോൾ ആ ശുദ്ധീകരണം എന്നതിൽ രണ്ട് കാര്യമാണ് ഉൾപ്പെടുന്നത്. ഒന്ന്, ആവശ്യമില്ലാത്തത് നീക്കിക്കളയുന്നു. രണ്ട്, ആ പൊട്ടിപ്പോയതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് വെക്കുന്നു. അതിന്റെ മറ്റൊരു വാക്ക് ലൂക്കോസ് 5:2 അവർ വല കഴുകുന്നു, ശരിപ്പെടുത്തുന്നു എന്നാണ്. വല കഴുകുന്നത് എന്തിനാ? ഈ ഒരു ലക്ഷ്യം തന്നെയാണല്ലേ. അപ്പൊ നമ്മുടെ ജീവിതത്തെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്നു എന്ന് പറയുമ്പോ നമ്മെ നന്നാക്കിയെടുക്കുന്നു. ആ വാക്ക് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു വാക്കാണ്. വല നന്നാക്കുന്നു. എന്റെ ജീവിതത്തെ എന്റെ ദൈവം നന്നാക്കിയെടുക്കുന്നു. ഈ കരട് ഉള്ളപ്പോൾ തന്നെ, ഈ വല കീറിയിരിക്കുമ്പോൾ തന്നെ വീണ്ടും വീശിയാൽ എന്തായിരിക്കും അവസ്ഥ? അത് വിജയിക്കില്ല, അത് പരാജയമായിരിക്കും. ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് വീഴുകയില്ല. അത് വീണാൽ തന്നെ ഒരു മീൻ പോലും അതിനകത്ത് കുടുങ്ങുകയില്ല. ആ ലക്ഷ്യം നിഷ്ഫലമായി തീരും. ദൈവമക്കളെ, നാമും ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പറയാനായിട്ട് കഴിയുമോ? ഞാനാകുന്ന ഈ വലയെ ഒന്ന് നന്നാക്കിയെടുക്കണം. എന്നെ കൊണ്ട് എന്ത് പ്രയോജനമാ ദൈവത്തിന് ഉള്ളത്? എന്നെ പ്രയോജനമുള്ളവനാക്കി എന്നെ മാറ്റണമേ. ആ വലയിൽ നിന്ന് അഴുക്കുകൾ എടുത്തു കളയുന്നത് പോലെ, ആ കീറിയ വലകൾ തുന്നിക്കെട്ടുന്നത് പോലെ എന്റെ ജീവിതത്തിൽ നിന്നും ഒരു പരിവർത്തനം, ഒരു രൂപാന്തരം ആവശ്യമാണ് എന്നുള്ള ആ വലിയ ബോധ്യത്തിലേക്ക് വരുവാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ ആ വല നന്നാക്കുന്നതായ, മെൻഡിങ് ചെയ്യുന്നതായ ഒരവസ്ഥയാണ് യഥാസ്ഥാനപ്പെടുക എന്നുള്ളത് നാം പഠിക്കേണ്ട സത്യമാണ്. ഇനി അടുത്ത 1-2 വാക്കുകൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. അടുത്തത് അതിന് പറയുന്നത് ബ്രോട്ട് അഗൈൻ എന്നാണ്. അവിടെ ആ വാക്യത്തിൽ തന്നെ നാം പറയുന്നുണ്ട്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ. ഈ ആശയങ്ങളെല്ലാം പഴയ നിയമത്തിലെ പല സംഭവങ്ങളുമായിട്ട് ചേർത്ത് വെക്കുവാനായിട്ട് നമുക്ക് കഴിയും. അവിടെ വായിക്കുന്നത് ബ്രോട്ട് അഗൈൻ, മടക്കി വരുത്തട്ടെ. വല്ലയിടത്തും കിടന്നാൽ എന്ന പ്രയോജനം? ഒരു പ്രയോജനവും അതിനകത്തില്ല. മുടിയൻ പുത്രൻ ആ പന്നിയുടെ ആ കുഴിയിൽ കിടന്നത് കൊണ്ട് ആ പിതാവിന് എന്ത് ഗുണമാണുള്ളത്?
പക്ഷെ മടങ്ങി വന്നപ്പോൾ അവനെ കൊണ്ട് ആ പിതാവിന് പ്രയോജനമുണ്ടായി. ദൈവം നമ്മെ മടക്കി വരുത്തട്ടെ. ഒടുവിലായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടെ വാക്യന്റെ മറ്റൊരാശയം കൊടുത്തിട്ടുള്ളത്, യു ക്യാൻ ഡു വാട്ട് ഹി വാണ്ട്സ്. അവൻ ആവശ്യപ്പെടുന്നത് ചെയ്യുവാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവരിക. അതിന് പറയുന്ന പേരാണ് യഥാസ്ഥാനത്വം. നാം അവന്റെ അടുക്കലേക്ക് ചെന്നാൽ അവൻ പറയുന്നത് നാം ചെയ്യും. അതാണ് യഥാസ്ഥാനത്വം. അവന്റെ ഹിതം ചെയ്യാൻ നാം തയ്യാറാകുന്ന അവസ്ഥ ഏതാണോ അതാണ് യഥാസ്ഥാനത്വം. അങ്ങനെ ഒരു അവസ്ഥ നമുക്കില്ലെങ്കിൽ നാം യഥാസ്ഥാനപ്പെടേണ്ടവർ ആണ്. അവൻ എന്ത് ആവശ്യപ്പെട്ടാലും ആമേൻ എന്ന് പറഞ്ഞ് അംഗീകരിക്കുവാൻ എനിക്കും നമുക്കും കഴിയുന്നിടത്താണ് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം നിറവേറുന്നത്. ഇതെത്ര പേർക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഒരുമിച്ച് ഈ കാര്യത്തിൽ സഹായിക്കട്ടെ. നമുക്കൊരു യഥാസ്ഥാനത്വം ഉണ്ടായേ മതിയാകുള്ളൂ. നാം തികഞ്ഞവരായി മാറേണ്ടത് ആവശ്യമാണ്. നാം സജ്ജമാക്കപ്പെടേണ്ടവർ ആകേണ്ടത് ആവശ്യമാണ്. നാം പരിഹരിക്കപ്പെട്ടവരായി തീരേണ്ടത് ആവശ്യമാണ്. നാം ശുദ്ധീകരിക്കപ്പെട്ടവരായി തീരേണ്ടത് ആവശ്യമാണ്. നാം മടങ്ങി വരേണ്ടവർ ആയിത്തീരേണ്ടവരാണ്. ദൈവം ആവശ്യപ്പെടുന്നത് ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരുക്കത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. ഈ ചിന്തകൾ നമ്മെ ഭരിക്കട്ടെ. ഇതിന്റെ പേരാണ് എന്ത്? യഥാസ്ഥാനത്വം. കർത്താവെ, എന്നെ അവിടുന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് ഇന്ന് മാത്രമല്ല എന്നും നമുക്ക് പ്രാർത്ഥിക്കുവാനും, വരുന്ന ദിവസങ്ങളിൽ ദൈവം എന്നെ യഥാസ്ഥാനപ്പെടുത്തി കഴിയുമ്പോൾ മറ്റ് പലരെയും ആ യഥാസ്ഥാനത്വത്തിലേക്ക് കൊണ്ടുവരുന്നതായ ആ വലിയ ശുശ്രൂഷയ്ക്കായി ദൈവം നമ്മെ സഹായിക്കുവാനും ഈ പഠനം മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.